വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലുകളുടെയൊക്കെ മോണിറ്റൈസേഷൻ കട്ടാകും പോയി വരുന്ന ജൂലൈ 15 ഉള്ള അപ്ഡേഷനിൽ നമ്മൾ ചെറിയൊരു സ്ക്രീൻ കൊടുത്ത് അതിൽ വോയിസ് ഒക്കെ കൊടുക്കുന്നവർക്കാണ് ഈ പണി കിട്ടാൻ പോണേ. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൽ നമ്മൾ വോയിസ് ഓവർ കൊടുത്താലും പണി കിട്ടും, നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവാണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ കുറേ പേരൊക്കെ പറയണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലുകളുടെ ഒക്കെ മോണിറ്റൈസേഷൻ കട്ടാവുമെന്ന്. പക്ഷെ അത് കട്ടാവുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്ന ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കട്ടാവാണ്ടിരിക്കും. കുറേ പേര് മുഖം കാണിക്കാൻ മടിയായിട്ട് വോയിസ് ഓവർ കൊടുത്ത് മാത്രം ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര പേടിയാണ് ഇനി അവരുടെ ചാനലിൽ പോകുന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ പോകാണ്ടിരിക്കാം. കാരണം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസൊക്കെ വെച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുക. പിന്നെ അത് AI വോയിസ് യൂസ് ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ സ്വന്തം വോയിസ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ചാനലിൽ പോകാണ്ടിരിക്കും. പിന്നെ ഒരു ഫോട്ടോ മാത്രം വെക്കുന്നതിന് പകരം നിങ്ങളൊരു സ്ലൈഡ് ഷോ ആയിട്ട് നമ്മുടെ എഡിറ്റിങ്ങും ഹ്യൂമൻ്റെ എഫേർട്ടും സംഭവം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലാണ്ട് ഒരു ഫോട്ടോ മാത്രം ഒരു 10 മിനിറ്റ് ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൽ നമ്മൾ ഫുള്ളി ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിരിക്കുകയാണെങ്കിൽ ചാനൽ പോകാൻ ചാൻസ് ഉണ്ട്, മോണിറ്റൈസേഷൻ കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. വോയിസ് ഓവറിന് മോണിറ്റൈസേഷൻ കട്ടൊന്നും ആവില്ല. AI വോയിസ് യൂസ് ചെയ്യാണ്ട് നമ്മുടെ സ്വന്തം വോയിസ് യൂസ് ചെയ്യുക. പിന്നെ സ്ലൈഡ് ഷോ, ഒരു വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാണ്ട് ഒരു ഫോട്ടോ ബ്ലാക്ക് സ്ക്രീൻ വെച്ചിട്ട് സംഭവം കൊടുക്കുക, അതൊന്നും നടക്കില്ല. പിന്നെ കുറേ PSC ചാനലും എഡ്യൂക്കേഷൻ ചാനലൊക്കെ ഉണ്ടാവില്ലേ, ഷോർട്സിൽ ഇങ്ങനെ വരും, ക്വസ്റ്റ്യൻസ് എഴുതും, അതിലൊരു ബീപ്പ് സൗണ്ട് വന്നിട്ട് കറക്റ്റ് ആൻസർ വരും. അങ്ങനത്തെ സംഭവമൊക്കെ പണി കിട്ടും, അവർക്കൊന്നും മോണിറ്റൈസേഷൻ മുതൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് നിങ്ങളുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം മുമ്പത്തെയും ഇനി വരാൻ പോണ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ കട്ടാവും 15 ശേഷം. ഇനി വീണ്ടും ഇടാൻ പോവുകയാണെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുക. പിന്നെ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിട്ടാ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് മുഖം കാണിക്കാണ്ട് വോയിസ് ഓവർ കൊടുത്ത് മാത്രം പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ കുറേ പേടിച്ചിരിക്കേണ്ട അവരുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പോകുമെന്ന്. പക്ഷെ അത് പോവില്ല. കാരണം നിങ്ങൾ സ്ലൈഡ് ഷോ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ഫോട്ടോ വയ്ക്കാണ്ട് അതിന് പകരം 2-3 ഫോട്ടോ 4-5 ഫോട്ടോ വെച്ച് നമ്മുടെ എഡിറ്റൊക്കെ അതിൽ കൊടുത്ത് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലാണ്ട് ഒരു ഫോട്ടോ മാത്രം വെച്ച് നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം.